വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയെങ്കിൽ പറയണി. ഫോൺ ആളിൽ എന്നെ വിളിക്കണം. വെറുതെ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയില്ല. സുഹൃത്തുക്കളെ ബുദ്ധിമുട്ട്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വളരെയധികം കത്തിക്കേറിക്കൊണ്ടിരുന്ന സാധനമാണ് ഫിലിപ്പ് മമ്പാടിന്റെ കേസ്, പോക്സോ കേസ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം ഒരുപാട് ആൾക്കാർ ഇദ്ദേഹം നല്ലൊരു വ്യക്തിത്വമാണ്, ഇദ്ദേഹത്തിൽ നിന്നും ഇങ്ങനൊരു തെറ്റ് സംഭവിക്കില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഒരുപാട് ആളുകൾ ഇദ്ദേഹം ഇത്തരക്കാരനാണ്, ഇദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലൊരു തെറ്റ് സംഭവിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഇതൊരു വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞാൻ നോക്കുമ്പോഴത്തേനും ഇദ്ദേഹത്തിന്റെ ഒരുപാട് വോയിസ് മെസ്സേജുകൾ ലീക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് രംഗത്ത് വരുന്നു, അവർക്ക് ഉണ്ടായ മോശം അനുഭവങ്ങൾ പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു, അവർക്ക് അറിയാവുന്ന ആളുകൾക്ക് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മോശം അനുഭവങ്ങൾ പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഏതായാലും നമുക്ക് ഫിലിപ്പ് മമ്പാടിന്റെ ആ വാർത്ത ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കോഴിക്കോട് ചേവായൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് നിലമ്പൂർ ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിൽ ഫിലിപ്പ് മമ്പാടിനെ അറസ്റ്റ് ചെയ്തത്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം ആദ്യം പറഞ്ഞത്. ഓക്കെ, നോട്ട് ദിസ് പോയിന്റ്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് കുട്ടി ഈ വിവരം പബ്ലിഷ് ചെയ്തത്, പുറത്തു പറഞ്ഞത്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗ് ആണ്, മറ്റെവിടെങ്കിലും പോയിട്ടോ മറ്റാരുടെയും നിർബന്ധപ്രകാരമോ കൗൺസിലിംഗ് എടുത്ത് പറഞ്ഞ സാധനമല്ല. ഇവരുടെ സ്കൂള് കണ്ടക്ട് ചെയ്ത കൗൺസിലിംഗ് ആണ്. ഓക്കെ, അതൊന്ന് മൈൻഡ് വെച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന ചേവായൂർ പോലീസിൽ പരാതി നൽകി. പെരിന്തൽമണ്ണ SI ആയിരുന്ന ഫിലിപ്പ് ഒരു വർഷം മുൻപാണ്. ഓക്കെ, വീണ്ടും നോട്ട് ദിസ് പോയിന്റ്. പെരിന്തൽമണ്ണ SI ആയിരുന്ന ഫിലിപ്പ് മമ്പാട്. പെരിന്തൽമണ്ണ SI ആണ്, ഒരു നോർമൽ കോൺസ്റ്റബിളോ അല്ലെങ്കിൽ മറ്റാരെയും സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ആളോ അല്ല ഈ ഫിലിപ്പ് മമ്പാട്. അത്യാവശ്യം നല്ല പൊസിഷനിലിരുന്ന, അത്യാവശ്യം നല്ല പിടിപാടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പൊസിഷനിലിരുന്ന വ്യക്തിയാണ് ഫിലിപ്പ് മമ്പാട്. ബാക്കിയേക്കാം. ലഹരി വിരുദ്ധ ക്ലാസുകൾ നടത്താനായി സ്വയം വിരമിച്ചത്. കൗൺസിലിംഗ് നടത്തുന്നതിനായി മമ്പാട്ടുള്ള ഫിലിപ്പിന്റെ വീട്ടിൽ രക്ഷിതാക്കൾ കൊണ്ടാക്കിയതിനെ തുടർന്ന് പെൺകുട്ടി അവിടെ താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ വീണ്ടും നോട്ട് ദാറ്റ് പോയിന്റ്. പുള്ളിക്കാരന്റെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ആരാ? പെൺകുട്ടിയുടെ പേരൻസ് ഈ പെൺകുട്ടിയെ കൊണ്ട് താമസിപ്പിച്ചു. ബാക്കി നവംബർ 3-4 തീയതികളിലാണ് കേസിനാസ്പദമായ സംഭവം. രക്ഷിതാക്കളുടെ അറിവില്ലാതെ പെൺകുട്ടിയെ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ഹോട്ടലിലെത്തിച്ച് പലതവണ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. ഓക്കെ, കാഞ്ഞങ്ങാടുള്ള ഹോട്ടലിൽ താമസിച്ച് അവിടെ മുറിയെടുത്ത് പെൺകുട്ടിയെ പലതവണയായിട്ട് ആക്രമിച്ചു. ഇതാണ് പരാതി പറയുന്നത്. ഇനി ഇതിനകത്ത് നോക്കുമ്പോഴത്തേനും ഈ വിഷയങ്ങളിലേക്ക് ഇപ്പൊ നമ്മൾ കുറെ ബ്രേക്ക് ഇട്ട സാധനങ്ങളിലേക്ക് ഞാൻ വരാം. ഈ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മോശം അനുഭവങ്ങൾ പറയുന്നുണ്ട്. സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിന്റെ ചാനലിൽ പല തവണകളായിട്ട് പല അഭിപ്രായങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പല ആൾക്കാരുടെ വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ അദ്ദേഹം പുറത്തു വിടുന്നുണ്ട്. ഇനി മറുനാടൻ മലയാളിക്കകത്ത് ഇദ്ദേഹത്തിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഒരു സാധനം നമ്മുടെ ഈ മറുനാടൻ മലയാളിയിലെ സാജൻ സാർ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കേൾക്കാം. സാറേ, ഇതൊക്കെ നിങ്ങൾക്കല്ലായിരുന്നു അയാളൊക്കെ വലിയ ബിംബം. ഞങ്ങളെ പലരും വിളിച്ചിട്ട് അയാളുടെ നമ്പർ ചോദിക്കുമ്പോൾ ഞങ്ങൾ ചിരിക്കും. ആ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്നാന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുമായിരുന്നു. ഇനി സാറ് നോക്കിക്കോ, എന്നോട് ഒരു ഇന്നൊരു വനിതാ പോലീസുകാരോട് പറഞ്ഞാണ്, സാറ് നോക്കിക്കോ, ഇനി ഇതുപോലെ പടപടാതെ കേസ് വരാൻ പോവാടെ. പലരും നാണക്കേട് കാരണം മിണ്ടാതിരുന്നാണ് ഇനി വരാൻ പോകുന്നത്. പരാതി വരും. അപ്പൊ ഞാന് ഓക്കെ, ഇത് ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് ഈ പേജിൽ വന്ന ഒരു അഭിപ്രായമാണ്. ഇതിലേക്ക് നമുക്ക് വരാം. നമുക്ക് അതിനു മുമ്പേ ഇദ്ദേഹത്തിന്റെ ഒരുപാട് വോയിസ് മെസ്സേജുകൾ ലീക്ക് ആയിട്ടുണ്ട്. ആദ്യം ഞാൻ ഇൻട്രോയിൽ നിങ്ങളൊരു വോയിസ് മെസ്സേജ് കേൾപ്പിച്ചായിരുന്നു. അതുപോലെ ഒരു 1-2 വോയിസ് മെസ്സേജ് നമുക്കൊന്ന് കേൾക്കാം. ആദ്യം നമ്മൾ കേൾപ്പിച്ച അതേ സാധനം തന്നെ ഒന്നുകൂടെ കേൾക്കാം, എന്നിട്ട് നമ്മുടെ അഭിപ്രായപ്പെട്ടേ പറഞ്ഞിങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ആളിൽ എന്നെ വിളിക്കണം. വെറുതെ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയില്ല. സുഹൃത്തുക്കളെ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് ശ്രമിക്കാം. ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയെങ്കിൽ പറയണി. ഓക്കെ, ഇത് മാത്രമല്ല, ഇതുപോലത്തെ ഒരുപാട് വോയിസ് മെസ്സേജുകൾ ലീക്കായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി ഈ ഫിലിപ്പ് മമ്പാട് എങ്ങനെയാണ് പോപ്പുലാരിറ്റി നേടിയെന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായി ഇരിക്കുമ്പോൾ തന്നെ പുള്ളി ലഹരി വിരുദ്ധതയ്ക്കെതിരെ സംസാരിച്ചു, ലഹരി വിരുദ്ധതയ്ക്ക് വേണ്ടി സംസാരിച്ചു. അതിനുശേഷം പുള്ളിക്കാരൻ എനിക്ക് ഒരു കംപ്ലീറ്റ്ലി മോട്ടിവേഷൻ സ്പീക്കർ ആകണം എന്ന് പറഞ്ഞിട്ട് ഈ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത്. അപ്പോ പുള്ളി അതിന് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ, ഞാൻ ഒരു SI ആയിട്ടിരിക്കെ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ ആയിട്ടിരിക്കെ എനിക്ക് എന്റെ ഈ ഒരു സർക്കിളിൽ മാത്രമേ എന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എന്നെ ഈ ഒരു ചുറ്റുവട്ടത്ത് മാത്രമേ എന്റെ ഒരു സേവനം ലഭിക്കുകയുള്ളൂ. എനിക്കതല്ല വേണ്ടത്, മൊത്തം ലോകത്തിലേക്ക് മൊത്തം എന്റെ ഒരു സേവനം എത്തണം, എല്ലാവരിലേക്കും പ്രവർത്തിക്കാൻ പറ്റണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പുള്ളി ജോലി VRS എടുത്തത്. VRS എടുക്കുന്ന എപ്പോഴാ? ജോലി തീരാൻ 8 മാസമോ 9 മാസമോ ഉള്ള സമയത്ത്. പുള്ളിക്കാരൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് മാറിയിട്ട് ഇപ്പൊ ഏറെക്കുറെ 1 ഇയറോളം സമയമാണ് ആകുന്നത്.
അപ്പോ ഇതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ പലയിടത്തായിട്ട് അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അമ്മയായിട്ടുള്ള പാസം, അമ്മയായിട്ടുള്ള സ്നേഹം, അമ്മയുമായിട്ടുള്ള പുള്ളിക്കാരന്റെ അടുപ്പമൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പല ആൾക്കാരും ഈ അമ്മയുമായിട്ടുള്ള അടുപ്പവും ഒരു ഫേക്ക് സാധനമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേനും ഇദ്ദേഹത്തിന്റെ അമ്മ പ്രായം നല്ല ആയ ഒരു സ്ത്രീയാണ്. ഈ അമ്മ വയ്യാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പുള്ളിക്കാരൻ പോലീസായിട്ട് നിന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു, എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിയുന്നു, വീട്ടിൽ പോകുന്നു, ഇതായിരിക്കണം സെറ്റപ്പ്. ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് 85,000 രൂപയാണ് സാലറി കിട്ടിക്കൊണ്ടിരുന്നതെന്ന് ഇദ്ദേഹം തന്നെ ഒരു സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പുള്ളി ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ, ഈ ഒരു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആൾക്ക് 2,60,000 എന്നൊരു എമൗണ്ട് വരെ മാസം മാസം കിട്ടുന്നുണ്ട്. 6 മാസം കൊണ്ടോ 8 മാസം കൊണ്ടോ എത്രയോ ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ സാമ്പത്തികമായിട്ട് വലിയൊരു ബെനിഫിറ്റ് ഇതിന് കിട്ടുന്നുണ്ട്. മറ്റേ പോലീസ് ജോലിയെ അപേക്ഷിച്ച് ഭയങ്കര പ്രഷറാണ്, ഭയങ്കരമായിട്ട് തലയ്ക്ക് മുകളിൽ ഒരുപാട് ആൾക്കാരുടെ ആജ്ഞകൾ ഉണ്ടാകും. അതൊന്നും ഇവിടെ വേണ്ട. പുള്ളിക്കാരന് തോന്നുന്ന സമയത്ത് വർക്ക് ചെയ്യുക, തോന്നുന്ന സാഹചര്യത്തിൽ വർക്ക് ചെയ്യുക, തോന്നുന്ന പോലെ പൈസ ഉണ്ടാക്കുക. അപ്പൊ ഒരുപാട് ഫ്ലെക്സിബിൾ ആണ് ഈ ജോലി. അതിനു വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങിയത്. ഇനി നമുക്ക് ഈ പെൺകുട്ടിയിലേക്ക് വരാം. ഇദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും മോട്ടിവേഷൻ വിളമ്പി കൊടുക്കുന്നു. ഈ മോട്ടിവേഷൻ കേട്ടിട്ട് പല ആൾക്കാരും മക്കളെ ഇവരുടെ അടുത്ത് ഉണ്ടാക്കുന്നു. ഇവരുടെ അടുത്ത് ഉണ്ടാക്കുമ്പോഴത്തേനും ആള് ആ പിള്ളേരുമായിട്ട് സംസാരിക്കുന്നു, പിള്ളേരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയുന്നു, പിള്ളേർ നേരത്തെ നേരിട്ട പ്രശ്നങ്ങൾ അറിയുന്നു. പല പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇതിനു മുമ്പ് പല ആൾക്കാരാലും ഇതുപോലെ ചൂഷണം ചെയ്തിട്ടുണ്ടാവാം. ഈ ചൂഷണമെല്ലാം ഇദ്ദേഹമായിട്ടുള്ള അടുപ്പത്തിൽ ഇദ്ദേഹത്തോട് തുറന്നു പറയുന്നു. തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ഈ ഭീഷണിപ്പെടുത്തുന്ന സാധനം അല്ലെങ്കിൽ ഈ മോശമായിട്ട് പെരുമാറുന്ന സാധനം തുടർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇദ്ദേഹം അറസ്റ്റ് ആയ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇയാള് പോലീസിൽ അത്യാവശ്യം ഉന്നത പദവിയിൽ ഇരുന്ന ഒരാളാണ്, സ്റ്റാർ 10 ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നിട്ട് 1 വർഷത്തോളം ആയിട്ടുള്ളൂ, ഒരുപാട് കാലയളവൊന്നും ആയിട്ടില്ല. സോ പോലീസിനകത്ത് ഇദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പോലീസുകാർക്ക് ഇദ്ദേഹത്തെ അറിയാം, ഇദ്ദേഹമായിട്ട് നല്ല ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അയാളെ യാതൊരു തെറ്റുമില്ലാതെ അയാളെ പെടുത്തുക എന്നുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇന്ന് പോക്സോ കേസ് വന്ന ഉടനെ പോയി അറസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതിനകത്ത് എന്തോ ഒരു സത്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ പുള്ളിക്കാരന് സ്വാധീനിക്കപ്പെടാം, പുള്ളിക്കാരൻ ആരെങ്കിലും സ്വാധീനിക്കാം, ഉന്നത ഉദ്യോഗസ്ഥൻ, ഈ പുള്ളി ആരുടെയൊക്കെ അണ്ടർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇദ്ദേഹത്തെ ഊരിയെടുക്കാം. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിനകത്ത് ഈ പെൺകുട്ടിയായിട്ട് പോയി ലോഡ്ജിൽ റൂം എടുത്ത വിവരം, ഹോട്ടലിൽ റൂം എടുത്ത വിവരം ഇദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിക്ക് മോട്ടിവേഷന് വേണ്ടിയിട്ട് ഇയാളുടെ അടുത്ത് ഉണ്ടാക്കുന്നു. 1 മാസത്തോളം ഇയാളുടെ കൂടെ പെൺകുട്ടി താമസിക്കുന്നു. നോട്ട് ദിസ് പോയിന്റ് ആ വീട്ടില് അയാളും അയാളുടെ അമ്മയാണുള്ളത്, ഭാര്യയും മകളും ഇപ്പൊ കൂടില്ലെന്നുള്ള രീതിയിലാണ് അറിയുന്നത്. അപ്പൊ ആ വീട്ടിൽ താമസിച്ച് ആള് മോട്ടിവേഷൻ ചെയ്തു. ആദ്യത്തെ അടി കൊടുക്കേണ്ടത് ആ പേരൻസിനിട്ടാണ്. ഒരു ഊരും പേരും അറിയാതെ, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, ഒരു എലിജിബിലിറ്റി ഇല്ലാത്ത ഒരാൾ സ്റ്റേജിൽ കയറി നിന്ന് നല്ല രീതിയിൽ പ്രസംഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാളുടെ കൂടെ 16 തികയാത്ത അല്ലെങ്കിൽ 18 തികയാത്ത ഒരു മകളെ അയച്ചുവിട്ട പേരൻസിന് ആദ്യത്തെ അടി കൊടുക്കാൻ. എന്തടിസ്ഥാനത്തിലാണ് ഇവരെ പോലുള്ള ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നത്? സ്വന്തം അപ്പൻ മകളെ റേപ്പ് ചെയ്യുന്ന നാടാണ് നമ്മുടെ നാടിപ്പോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പരിചയവും ഇല്ലാത്ത ഒരുത്തന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിടുകയാണ്. ഇയാള് ഈ പെൺകുട്ടിയെ വളരെ കംഫർട്ടബിൾ ആയിട്ട് സാർ എന്നുള്ള രീതിയിൽ, പിന്നെ അത് ഞാൻ അച്ഛനെ പോലാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നു. ഹോട്ടൽ റൂം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊരു ഹോട്ടൽ റൂം എടുക്കുമ്പോഴത്തേനും അവിടെ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് പബ്ലിഷ് ചെയ്യണം. പല ഹോട്ടൽസിൽ നിങ്ങൾ നോക്കിയറിയാം, 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഹോട്ടൽസിൽ റൂം അവൈലബിൾ ആവില്ല. അങ്ങനെ അവൈലബിൾ ആവണമെങ്കിൽ മകളോ മകനോ ഒക്കെ ആയിരിക്കണം. സോ ഞാൻ എന്തായാലും ഹോട്ടലിൽ പോയിട്ടുണ്ട്, എന്തായാലും ഇങ്ങനെ റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നിക്ക് മകളാണെന്ന് പറഞ്ഞിട്ടായിരിക്കും റൂം എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെ കൊണ്ട് റൂം എടുക്കാൻ പറ്റില്ല. അങ്ങനെ റൂം എടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം ഈ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വന്ന പോയിന്റിലേക്ക്, ഒരാള് ഇയാളുടെ അടുത്ത് മോട്ടിവേഷൻ നൽകാനായിട്ട്, അല്ലെങ്കിൽ ഇയാളെ സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് റെഡി ആകാനായിട്ടൊക്കെ കൊണ്ടുവിടുന്നു. ഈ പുള്ളി മോട്ടിവേറ്റ് ചെയ്ത് ഇവരുമായിട്ട് വളരെയധികം അടുക്കുമ്പോഴത്തേനും എന്താ, ഇവർക്ക് അയാളോട്ട് ഭയങ്കര വിശ്വാസം വരുന്നു. ഇയാള് ഈ പിള്ളേര് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് ഇയാളോട് സംസാരിക്കുന്നു. ഇവർക്ക് നേരിട്ടിട്ടുള്ള സെക്ഷൽ അബ്യൂസ് ആയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായാലും എല്ലാം ഇദ്ദേഹത്തോട് തുറന്നു പറയുന്നു. തുറന്നു പറയുമ്പോഴത്തേനും പുള്ളിക്കാരൻ മനസ്സിലായി, എന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാം എന്ന രീതിയിലായിരിക്കണം മുതലെടുത്തിട്ടുള്ളത്. ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ ആ സാധനം പുറത്തു പറയുന്നത്, അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് പുറത്തു വിടുമെന്നൊക്കെ ആയിരിക്കും പറഞ്ഞ് ഇത്തരത്തിലുള്ള സാധനങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നോക്കുമ്പോഴത്തേനും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഞാൻ കണ്ടേ, അതാണ്ട് ഇവരാണ് പോസ്റ്റ് ഇട്ടത്, അർഷിനയോ, ഇവരിട്ട പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. മറ്റേ നമ്മുടെ ആ കേസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് വിത്തബിലിറ്റി, സോ കേസ് ഞാൻ പറയുന്നില്ല. കേസിൽ പരാതി ഉയർന്നത് വീട്ടിൽ വെച്ച് നടന്ന കൗൺസിലിംഗ് സെഷന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേട്ടു. സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ അതുകൊണ്ട് തന്നെ
കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനും ചോദിക്കാനും ഉണ്ട്. ആരാണ് മൈൻഡ് ട്രെയിനേഴ്സ്? ആരാണ് മൈൻഡ് ട്രെയിനേഴ്സ് എന്ന് അവകാശപ്പെടുന്ന ഇത്തരക്കാർക്ക് കൗൺസിലിംഗ് എടുക്കാനുള്ള അധികാരം കൊടുത്തത്? എന്തിന്റെ പേരിലാണ് ഇത്തരക്കാരുടെ അടുത്തേക്ക് ജനങ്ങൾ തെറാപ്പിക്ക് വേണ്ടി പോകുന്നത്? സമൂഹത്തിൽ ഹൈ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവരെ പോലെയുള്ളവരുടെ മുഖം മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം വ്യാജ കോഴ്സുകൾ കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവരെല്ലാം ഇത്ര ധൈര്യത്തോടെ വ്യാജന്മാരെ നിർമ്മിക്കുന്നത്? മാനസികാരോഗ്യം തമാശയാണ്, ആരും പ്രതികരിക്കില്ല എന്നുള്ള തോന്നലാണോ ഇതിന് പിന്നിൽ? ഇനി നാലാമത്തെ ആളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, പണവും പദവിയും ഉള്ള ആളുകൾക്ക് മതിയായ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ ചികിത്സിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ എന്ന് ഇത്തരക്കാർ പറയുന്നത്. പബ്ലിക് സ്പീക്കിംഗ് ഓർ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്നവർക്കെല്ലാം കൗൺസിലിംഗ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരക്കാരുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോവാതിരിക്കുക. സംസാരിക്കാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ് മാത്രമല്ല കൗൺസിലിംഗ് എന്ന് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വായിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് സാരം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ടൊരു ഡോക്ടറിന്റെ അടുത്ത് അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് വിടുന്ന പോലെ അല്ല സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ വന്നു നിന്ന് കുറെ മോട്ടിവേഷൻ പറയുന്നു, എന്നാ പിന്നെ ഇയാളെ നമുക്ക് അങ്ങ് കണ്ണുടച്ച് വിശ്വസിക്കാം എന്ന് ചിന്തിക്കരുത്. ഇയാള് ഈ പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയതുപോലെ തന്നെ ഇനിയിപ്പോ നോക്കുമ്പോഴത്തേനും നമ്മൾ മറുനാടൻ മലയാളിക്കകത്ത് വന്ന പോലെ ഒരുപാട് പേരോട് ഇദ്ദേഹം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. ആ സാധനങ്ങളെല്ലാം ഇനി പതുക്കെ പുറത്ത് വരികയും ചെയ്യും. പുറത്ത് വരട്ടെ, നല്ല കാര്യമാണ്, അതെല്ലാം പുറത്ത് വരട്ടെ, ആൾക്ക് കുടുങ്ങാനുള്ളതൊക്കെ കുടുങ്ങട്ടെ. പുള്ളിക്കാരൻ ഓൾറെഡി സമ്മതിച്ചു, കൺഫസ് ചെയ്തു പുള്ളിക്കാരൻ ഇത്തരത്തിൽ റൂം എടുത്തിട്ടുണ്ട്, ഈ കുട്ടിയും കൊണ്ട് പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യം. ഒരിടത്ത് ട്രെയിനിങ്ങിന് വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കിങ്ങിന് വേണ്ടി പോകുമ്പോൾ അവിടെ ഈ തന്റെ കൂടെ ഇത്തരത്തിലൊരു പെൺകുട്ടിയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ത് വലിയ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കുക. ഒരു പേരൻസ് സ്വന്തം അപ്പന്റെ അമ്മയുടെയും കൂടെ അല്ലാതെ, ഈ അപ്പനെ പോലും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്, മറ്റൊരാളുടെ കൂടെ പെൺമക്കളെ വിടുമ്പോഴത്തേനും അത് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു വലിയ പിഴവാണെന്നോട് മനസ്സിലാക്കുക. ഇനി ഈ ഫിലിപ്പ് മമ്പാട് കുറച്ച് കുട്ടികളുടെ അടുത്ത് നിന്ന് ഇടപഴകുന്ന ഒരു സാധനം ഞാൻ കാണിക്കാം. ഇതുപോലെ വളരെ അടുത്ത് ഇടപഴകി അവരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷമായിരിക്കണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പോകുന്നത്. അപ്പൊ നിലവിലെ സാഹചര്യം വരെ പുള്ളിക്കാരൻ ആരോപിതനാണ്, കുറ്റവാളിയായിട്ടില്ല. അതെന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾക്കൊക്കെ ശേഷം കോടതി വിധിക്കട്ടെ. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നിർത്തിയ ഒരു സാധനത്തിലേക്കൂടെ നമുക്ക് കയറാം. കുറെ വോയിസ് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഈ വോയിസ് മെസ്സേജിനോട് ഞാൻ അങ്ങനെ അനുകൂലിക്കുന്ന ഒരാളല്ല. കാരണം ഇത് ആര്, എവിടെ, എപ്പോ, എങ്ങനെ, ആർക്ക്, എന്തിന്, ഒന്നുമില്ലാത്ത കുറെ വോയിസ് മെസ്സേജുകൾ വെച്ചിട്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ആർക്കാണോ അയച്ചത് അവർക്കൊക്കെ പരാതികളുണ്ടെങ്കിൽ അവരൊക്കെ പരാതികളുമായിട്ട് മുമ്പോട്ട് വരട്ടെ. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഫേസ് അല്ല ഇവരുടെ ഒന്നും ശരിയായിട്ടുള്ള ഫേസ്. നിങ്ങൾ കാണുന്ന ആരുടെയും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫേസ് അല്ല യഥാർത്ഥ ഫേസ് എന്ന് മനസ്സിലാക്കുക. അത് അറിഞ്ഞ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ ഇത്തരക്കാരന്മാരുടെ അടുത്തിട്ട് കൊണ്ട് വിടുമ്പോഴത്തേനും അതിന്റെ വരും വരായികളോട് ചിന്തിക്കുക. ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു